എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കേരള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകളോളം ഈ സമൂഹത്തെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ഒരു ജാതി വിഭാഗമാണല്ലോ ബ്രാഹ്മണർ. എ ഡി എട്ടാം നൂറ്റാണ്ടാകുമ്പോഴേക്കും കേരള സമൂഹത്തിൽ വ്യക്തമായ ആധിപത്യം നേടിയ ബ്രാഹ്മണർ 32 സെറ്റിൽമെൻറ്റ്സിലായിട്ടാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. ഇതാണ് 32 ബ്രാഹ്മണ ഗ്രാമങ്ങൾ. ഈ ബ്രാഹ്മണ ഗ്രാമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബ്രാഹ്മണർ അഥവാ നമ്പൂതിരിമാർ ഉത്തരേന്ത്യയിൽ നിന്നും ഗുജറാത്ത് കൊങ്കൺ പ്രദേശം വഴി തുളുനാട്ടിലെത്തുകയും അവിടെ നിന്ന് കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തിലൂടെ ഇവിടേക്ക് പ്രവേശിക്കുകയുമായിരുന്നു. ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശത്തായി 64 ബ്രാഹ്മണ ഗ്രാമങ്ങളുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 32 ഗ്രാമങ്ങൾ തുളുനാട്ടിലും ബാക്കിയുള്ള ഗ്രാമങ്ങൾ, അതായത് 32 ഗ്രാമങ്ങൾ തന്നെ കേരളത്തിലുമാണ്. കേരളത്തിലെ ഈ 32 ഗ്രാമങ്ങൾ പെരുമ്പുഴയ്ക്കും കന്യാകുമാരിക്കും ഇടയിലായിരുന്നു. ഈ പെരുമ്പുഴ എന്നത് ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴയാണ്. ഈ ബ്രാഹ്മണ ഗ്രാമങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് പ്രധാനമായും നദീതീരങ്ങളിലും ഫലഭൂയിഷ്ഠമായ മണ്ണുള്ള പ്രദേശത്തുമായിരുന്നു. ഈ ബ്രാഹ്മണ ഗ്രാമങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഓരോ ഗ്രാമക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ലിഖിതങ്ങളിൽ നിന്നാണ് ഇത്തരം ബ്രാഹ്മണ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതും അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചിട്ടുള്ള ധാരണ ലഭിക്കുന്നതും. ഈ ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഊര് അല്ലെങ്കിൽ സഭ എന്നറിയപ്പെട്ട ഒരു ബോഡിയായിരുന്നു. ബ്രാഹ്മണ ഗ്രാമങ്ങൾക്കെല്ലാം പൊതുവെ ബാധകമായ ചില നിയന്ത്രണങ്ങൾ, നിയമങ്ങളുണ്ടായിരുന്നു. ഇതറിയപ്പെട്ടത് കച്ചങ്ങൾ എന്നാണ്. ഇതിൽ ഏറ്റവും പ്രസിദ്ധമായ കച്ചം മൂഴിക്കുളം കച്ചമാണ്. മധ്യകാല കേരളത്തിലെ വളരെ ശക്തമായ സാമൂഹ്യ സ്ഥാപനങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അത് കേവലം ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല. അത് ബാങ്കായും അങ്ങനെ സാമ്പത്തിക വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമായൊക്കെ പ്രവർത്തിച്ചു. ഇതിന് തെളിവാണ് സിലോണിൽ നിന്ന് വരെ, അതായത് ശ്രീലങ്കയിൽ നിന്ന് വരെ ക്ഷേത്രത്തിന് ഡൊണേഷൻ ലഭിച്ചിരുന്നു എന്നത്. ഏതൊക്കെയായിരുന്നു ഈ 32 ബ്രാഹ്മണ ഗ്രാമങ്ങൾ? അവ ഇന്ന് നിലവിലുണ്ടോ? നമുക്ക് നോക്കാം. നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങാം. പയ്യന്നൂരാണ് ഒരു ബ്രാഹ്മണ ഗ്രാമം. മാതൃദായക ക്രമമുള്ള, അതായത് മാട്രിലീനിയൽ സിസ്റ്റമുള്ള കേരളത്തിലെ ഏക ബ്രാഹ്മണ ഗ്രാമമാണിത്, അല്ലെങ്കിൽ ബ്രാഹ്മൺ സെറ്റിൽമെൻ്റ് ആണിത്. അടുത്തത് പെരുംജെല്ലൂർ. ആധുനിക തളിപ്പറമ്പാണ് പെരുംജെല്ലൂർ ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ്. ഇത് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് ആലത്തൂർ. ഇത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്താണ്. ആലത്തിയൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആലത്തിയൂരാണ് ആലത്തൂർ ബ്രാഹ്മണ ഗ്രാമത്തിൻ്റെ ബേസ് എന്ന് കരുതപ്പെടുന്നു. കാരന്തോളയാണ് മറ്റൊരു ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ്. കരിന്തോളം എന്ന പേരിലും ഈ സെറ്റിൽമെൻറ്റ് അറിയപ്പെടുന്നു. ഈ സെറ്റിൽമെൻറ്റ് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി, പാണ്ടിക്കാട്, നിലമ്പൂർ പ്രദേശങ്ങൾക്കിടയിലൊരു സ്ഥലമാണെന്ന് കണക്കാക്കപ്പെടുന്നു. മഞ്ചേരിക്കടുത്തുള്ള തൃപ്പനച്ചിയാണ് ഈ സെറ്റിൽമെൻറ്റ് എന്നാണ് ഒരു വാദം. ചരിത്രകാരനായ കേശവൻ എഴുത്താട് അഭിപ്രായപ്പെടുന്നത് കാരത്തൂർ എന്ന് പറയുന്ന പ്ലേസാണ് ഈ സെറ്റിൽമെൻറ്റ് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റുകളിലൊന്നാണ് ചോഗിരം അല്ലെങ്കിൽ ശുഗപുരം. ഇത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്താണ്. മറ്റൊരു സെറ്റിൽമെൻറ്റാണ് പന്നിയൂർ. ഇത് പാലക്കാട് ജില്ലയിലെ തൃത്താലയ്ക്കടുത്തുള്ള ഒരു പ്രദേശമാണ്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള കരിക്കാടും അതുപോലെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള ഈശനമംഗലവും മറ്റ് 2 ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ്സ് ആണ്. ഇതുവരെ നമ്മൾ 8 ബ്രാഹ്മണ ഗ്രാമങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 9ാമത് തൃശ്ശൂർപേരൂരാണ്. അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ പെരുവനമാണ് 10ാമത്തെ ബ്രാഹ്മണ ഗ്രാമം. 11 ചാമുണ്ടയാണ്. അത് ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള, അതായത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള ചെമ്മണ്ടയാണ്. 12ാമത് ഇരുങ്ങാട്ടിക്കൂടലാണ്. അതാണ് പിന്നീട് ഇരിങ്ങാലക്കുടയായിട്ട് മാറിയത്. 13 അവിട്ടപ്പുത്തൂർ. ഇത് അവിട്ടത്തൂരാണ്, തൃശ്ശൂർ ജില്ല. 14 പറവൂർ, എറണാകുളം ജില്ല. 15 ഐരാണിക്കുളം, അതും എറണാകുളം ജില്ല. 16 മൂഴിക്കുളം, എറണാകുളം ജില്ല. മൂഴിക്കുളം അങ്കമാലിക്കടുത്താണ്, എറണാകുളം ജില്ലയിൽ. 17ാമത് കുളവൂരാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ കുഴൂരാണെന്ന് കണക്കാക്കപ്പെടുന്നു. 18ാമത് അടവൂരാണ്. ഇത് തൃശ്ശൂർ എറണാകുളം ജില്ലയുടെ അതിർത്തിയിൽപ്പെട്ട കൊരട്ടിക്കടുത്താണ്. 19 ചേന്നനാടാണ്. ഇത് എറണാകുളം ജില്ലയിലെ ചെങ്ങമനാടാണ്. 20 ഇളിഭ്യമാണ്. ഇത് ആലുവയ്ക്കടുത്താണ്. മുപ്പാട്ട് മൂവർക്കുളം എന്നറിയപ്പെട്ടു. പ്രധാനപ്പെട്ട ക്ഷേത്രം തിരുമുപ്പാട്ട് ക്ഷേത്രം. 21 ഉളിയന്നൂർ, ആലുവയ്ക്ക് അടുത്താണ്. 22 കഴുതനാടാണ്. ഈ പ്രദേശം ഏതാണെന്ന് കൃത്യമായി ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. 23 ഏറ്റുമാനൂരാണ്, കോട്ടയം ജില്ലയിൽ.
24 കുമാരനെല്ലൂർ, അതും കോട്ടയം ജില്ലയിൽ. 25 കിടങ്ങൂർ, കോട്ടയം ജില്ല. 26 കടമരുകു, ഇത് കാടമുറി, കോട്ടയം. 27 തിരുവല്ല, പത്തനംതിട്ട ജില്ലയിൽ. 28 ആറന്മുള, പത്തനംതിട്ട ജില്ല. 29 ചെങ്ങന്നൂർ, ആലപ്പുഴ ജില്ല. 30 കവിയൂർ, പത്തനംതിട്ട ജില്ല. 31ാമത്തെ ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ് വെൺമണിയാണ്, ഇത് ആലപ്പുഴ ജില്ലയിൽ. 32ാമത്തത് നിറമണ്ണ എന്നറിയപ്പെടുന്നു, നിറമങ്കര, ഇത് തിരുവനന്തപുരം ജില്ലയിൽ. ഈ പറഞ്ഞവയാണ് കേരളത്തിലെ 32 ബ്രാഹ്മണ ഗ്രാമങ്ങൾ. ചേര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കേരളത്തിലെ ബ്രാഹ്മണർ 2 പക്ഷങ്ങളായിട്ട് തിരിയുന്നുണ്ട്, 2 വിഭാഗങ്ങളായിട്ട്. ഒന്ന് പന്നിയൂർ വിഭാഗമാണ്, പന്നിയൂർ പക്ഷമാണ്. മറ്റേത് ശുഗപുരം പക്ഷമാണ്. ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.